ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ വെറുതെ വീട്ടിൽ പണിയൊക്കെ കഴിച്ച് ബോറടിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ആങ്ങളുടെ കോള് തന്നെ. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ വീട്ടിലിരുന്ന് ആകെ ബോറടിച്ചു എന്ന് ഞാനും. എവിടെയും പോകാത്തോണ്ട് ബോറടിക്കുവാന്ന് അവനും പറഞ്ഞു കേട്ടോ. എന്നാ പിന്നെ നമുക്ക് എങ്ങോടെങ്കിലും ഒരു ട്രിപ്പ് പോയാലോന്ന് അവനിങ്ങനെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച്. അത് കേൾക്കേണ്ട താമസം പോകാലോന്ന് ഞാനും റെഡി കേട്ടോ. പിന്നെ എല്ലാം എടിപിടി ശടപടാ പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ നാളായിട്ട് അവന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന ഒരാഗ്രഹമാണ് കേട്ടോ ഇന്നിപ്പോ സാധിക്കുന്നത്. അപ്പോ അവനിങ്ങോട് പറഞ്ഞ്, കുറെ നാളായില്ലേ നീ ഇങ്ങനെ ചീവീട് മൂളും പോലെ പറയണു, അതെന്നാ ഇന്ന് അങ്ങ് നടത്തി തരാം, നമുക്ക് അങ്ങടേക്ക് തന്നെ വിട്ടാലോന്ന്. പിന്നെ ഇക്കാടുത്ത് ചോദിച്ചപ്പോ ഇക്കാക്കും സമ്മതം, എനിക്ക് പിന്നെ ഡബിൾ സമ്മതാണല്ലോ. മക്കളുടെ കാര്യം പറയുകയും വേണ്ട, അവർക്ക് ട്രിപ്പ് എന്ന് കേട്ടാ മതി, എങ്ങടാ എന്താ ഒന്നും ഇല്ലാട്ടോ. ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ മനസ്സിലിട്ട് താലോലിക്കുന്ന ഒരാഗ്രഹമാണ് ഇന്ന് അങ്ങനെ സാധിക്കാൻ പോണത്. അതും നമ്മളായിട്ട് പറയാണ്ട് അവനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ സന്തോഷം ഇരട്ടിയായി എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ പിന്നെ വേഗം തന്നെ അതിനുള്ള പാക്കിങ്ങിനൊക്കെ നിന്നു. അപ്പോൾ പാക്കിങ് അത്ര വലിയ ശീലമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷൻ ഒന്നും എൻ്റെ പാക്കിങ്ങിൽ പ്രതീക്ഷിക്കണ്ടേ. വേഗം പോയി സ്നഗ്ഗി വാങ്ങിക്കൊടുന്ന സ്നഗ്ഗിനെ പുറത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്നഗ്ഗി മുക്കിയാണല്ലോ, സ്നഗ്ഗി ഇല്ലാതെ ഒരു ജീവിതം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആങ്ങളെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും ദേ പോകാനുള്ള തയ്യാറെടുപ്പായിട്ടോ. വലിയ കാര്യമായിട്ട് ഉറക്കമൊന്നും വന്നില്ല. ആന കുത്തിയാൽ എഴുന്നേക്കാത്ത മക്കൾസൊക്കെ കണ്ടോ അവല് സുബഹിക്ക് എഴുന്നേറ്റിരിക്കണത്. പിന്നെ വേഗം തന്നെ ചായയൊക്കെ തിളപ്പിച്ചു, ഫ്ലാസ്കിലാക്കി, പല്ലൊക്കെ തേച്ച് എടുപ്പിടീന്ന് റെഡിയായി സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു സന്തോഷാന്ന് നോക്കിയ മുഖത്ത്. കുഞ്ഞാവകൾ ഉൾപ്പെടെ 3 മണി 4 മണിക്ക് എഴുന്നേറ്റിരിക്കണ അവസ്ഥയാണ്. പിന്നെ വാതിലൊക്കെ പൂട്ടി ഞാനും റെഡിയായി, ലൈറ്റൊക്കെ കിടത്തി, ചെറുതായി ഒരു കാൽച്ചായയൊക്കെ കുടിച്ച് കുറച്ച് ട്രിപ്പിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള ബാഗുകളും ഒക്കെ എടുത്ത് വണ്ടിയിലാക്കി അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു എന്ന് പറയാട്ടോ. ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോണതും ഇവൻ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അന്ന് രാവിലെ പോയി കറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വൈകിട്ടായപ്പോഴത്തേനും നമ്മൾ വീട്ടിലേക്ക് എത്തി. ആ ഒരു രീതിയിലാണ് കേട്ടോ അന്ന് പോയത്. അന്ന് മുതൽക്കേ എനിക്കുള്ള ആഗ്രഹമാണ് കേട്ടോ ഈ നൈറ്റ് സ്റ്റേ. ഒരു ദിവസം നമ്മൾ അവിടെ നിന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നത്. അങ്ങനെ ഏകദേശം ഒരു 9.5 വർഷം എടുത്തു ആ ഒരു ആഗ്രഹം സാധിക്കാൻ എന്ന് പറയാട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ നവംബറിൽ 10 വർഷം ആകും കേട്ടോ. അതായത് നിക്കാഹ് കഴിഞ്ഞിട്ട് 10 വർഷം, കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം. അങ്ങനെ ഈ 10-ാം വർഷം ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിക്കുവാണ് കേട്ടോ. ഒരുപാട് നാൾ മനസ്സിലിട്ട് താലോലിച്ച ആഗ്രഹം സാധിക്കണോണ്ട് തന്നെ എല്ലാരേക്കാളും കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ എനിക്കുണ്ടാകും കേട്ടോ. അത് അങ്ങനെ ആയിരിക്കൂലേ, നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ആങ്ങളെയും ഇക്കായും കൂടി എല്ലാം വണ്ടിയിലാക്കി ഞങ്ങളിതേ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുപ്പിന് തന്നെ പോയി റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി കറങ്ങി അടിച്ച് വൈകിട്ട് വന്ന് അതേ റൂമിൽ തന്നെ സ്റ്റേ ചെയ്ത് പിറ്റേന്നും ചെറുതായിട്ട് ഒരു കറക്കമൊക്കെ നടത്തി വൈകിട്ടത്തേക്ക് വീട്ടിലേക്ക് എത്താന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ പോയി പകുതി എത്തിയപ്പോഴത്തേനും ഞങ്ങൾക്ക് കട്ട പോസ്റ്റ് കിട്ടിട്ടോ. അതായത് ബ്ലോക്ക് ഒരു 2 മണിക്കൂർ കൊണ്ടുപോയി. അത് കാരണം അറിഞ്ഞപ്പോൾ ചങ്കൊന്ന് പിടിച്ച്. കാരണം നമ്മുടെ വീട്ടിലും ഈ ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോഡും വണ്ടിയും ഒക്കെ ആയിട്ട് പോണതാണല്ലോ. അത് ഭയങ്കര ഒരു സങ്കടമായിട്ടോ. ഒരു ലോറി ലോഡോട് കൂടി മറിഞ്ഞു കിടക്കണയായിരുന്നു കേട്ടോ ബ്ലോക്കിന് കാരണം. ഞങ്ങൾ അവിടെ ലോഡൊക്കെ നീക്കണത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോന്നേ. പിന്നെ എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പച്ചകാലം മുന്നോട്ടില്ല എന്ന് പറഞ്ഞ പോലെ ട്രിപ്പിനായിട്ട് ഇറങ്ങിയതല്ലേ, അത് മുന്നോട്ടേക്ക് തന്നെ അങ്ങ് തുടർന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങടാ പോണേന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പിന്നെ ട്രിപ്പൊക്കെ തുടങ്ങി ഇതേ നേരെ റൂമിലൊക്കെ എത്തി, റൂമൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയാണ്. 2 റൂം, അപ്പുറത്തെ റൂം അവനും ഈ റൂമും ഞങ്ങൾ എടുത്തു കേട്ടോ. അപ്പോൾ ബാൽക്കണിയുള്ള റൂം ഞങ്ങൾക്ക് തന്നെ ഇതാണ് കേട്ടോ. ടോയ്ലറ്റ് കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. മക്കൾക്ക് ശീലമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ഒരു
അവസരം അവരാദ്യമായിട്ടാണ് കേട്ടോ പുറത്തൊരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേ ചെയ്യാനൊക്കെ വരണേ. അതിൻ്റെ സന്തോഷം മക്കൾസിന് നന്നായിട്ടുണ്ട് കേട്ടോ. അവർ നല്ല ചിരിയും കളിയും പാട്ടും മേളവും കട്ടലിൽ കിടന്ന് മറിച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആങ്ങളുടെ കുഞ്ഞിപ്പെണ്ണും അവർക്കൊപ്പത്തിനൊപ്പം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ബാൽക്കണിയിൽ നിന്ന് നൈറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. നൈറ്റ് വ്യൂവിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ മോർണിംഗിലുള്ളത്. എന്താണല്ലേ സന്തോഷം. നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. റൂമൊക്കെ എടുത്ത് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷപ്പായി ഞങ്ങൾക്കിടെ കറക്കം തുടങ്ങിയെന്ന് തന്നെ പറയാം കേട്ടോ. അന്നത്തെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നൈറ്റ് വന്ന് വീണ്ടും റൂമിൽ സ്റ്റേ ചെയ്ത് മക്കൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ചിരിയും കളിയും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും വ്ലോഗുകളിൽ തീർച്ചയായും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.